മഹേശ്വരനായി ജയഘോഷമുയർത്തിടുവിൻ. വരുവിൻ പ്രമോദമുടെ സ്തുതിഗീതമുണർത്തിടുവിൻ. വരുവിൻ മഹേശ്വരനായി ജയഘോഷമുയർത്തിടുവിൻ. വരുവിൻ പ്രമോദമുടെ സ്തുതിഗീതമുണർത്തിടുവിൻ. നിഖില ചരാചര നായകനാം രക്ഷകനീശനെ വാഴ്ത്തിടുവിൻ. സകല കൃപാവരദായകനെ സതതം വാഴ്ത്തിടുവിൻ. നിഖില ചരാചര നായകനാം രക്ഷകനീശനെ വാഴ്ത്തിടുവിൻ. സകല കൃപാവരദായകനെ സതതം വാഴ്ത്തിടുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരും, ഇന്നത്തെ ദിവ്യബലിയിൽ പ്രത്യേകിച്ച് ബേസിലിനും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ സ്തുതിക്കായിട്ട് ഈ ബലി നമുക്ക് അർപ്പിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ മരിച്ചുപോയ ബെൻസിലി ആൻ്റണി, എഡ്വിൻ നെറ്റാർ എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയും ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭ മാതാവ് ആവിലയിലെ ഈശോയുടെ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വേദപൗരംഗതയായിട്ടാണ് ഈ അമ്മ ത്രേസ്യ അറിയപ്പെടുക. കർമ്മലിത്ത സഭയുടെ അതിനെ വീണ്ടും പുനരുദ്ധരിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു സഹോദരിയാണ് ആവിലയിലെ സ്പെയിനിൽ ജനിച്ച ഈ അമ്മ ത്രേസ്യം. പിതാവ് ഒരു പ്രഭുവായിരുന്നുവെങ്കിലും കുഞ്ഞുനാളിലെ തന്നെ ദൈവത്തോടുള്ള വലിയ തീഷ്ണതയിലാണ് ആവിലയിലെ അമ്മ ത്രേസ്യ ജീവിച്ചത്. കുഞ്ഞുനാളിൽ 7 വയസ്സുള്ളപ്പോൾ അന്ന് കുരിശുദ്ധം നടക്കുന്ന സമയത്ത് വീട്ടുകാരോട് പോലും പറയുവാതെ ഒളിച്ചോടി മുഹമ്മദിയരുടെ കരങ്ങളിൽപ്പെട്ട് സ്വയം രക്തസാക്ഷിയാകുവാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ ഈ ഒളിച്ചോട്ടത്തിനിടയിൽ അമ്മാവൻ കാണുകയും ഈ കുഞ്ഞ് ത്രേസ്യയെ തിരികെ കൊണ്ടുവരികയും ചെയ്തു. അമ്മാവനോട് ഈ ത്രേസ്യ പറയും, മരിച്ചാൽ മാത്രമേ എനിക്ക് ക്രിസ്തുവിൻ്റെ അടുത്ത് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അത്രമാത്രം വലിയ തീഷ്ണതയോടെ കൂടിയാണ് ജീവിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ത്രേസ്യയുടെ അമ്മ മരിക്കുകയും എന്നാൽ പിന്നീടുള്ള തൻ്റെ കൗമാര കാലഘട്ടത്തിലും പലതരത്തിലുള്ള കുറവുകളിലൂടെയും ഈ ത്രേസ്യ കടന്നു പോയിട്ടുണ്ട്. തെറ്റായ സ്നേഹബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെതായ പല ആർഭാടങ്ങളും സുഖ സൗകര്യങ്ങളിലേക്കും ഒക്കെ ഈ ത്രേസ്യ കൗമാര കാലഘട്ടത്തിലും യൗവനത്തിൻ്റെ ആരംഭത്തിലൊക്കെ കടന്നുപോയി. ഒരിക്കലും ഒരു തെറ്റായ സ്നേഹബന്ധമുള്ള ഒരു മനുഷ്യനുമായിട്ട്, ഒരു യുവാവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ സംസാരത്തിനിടയിലൂടെ ഒരു തവള ചാടിപ്പോയി. ത്രേസ്യ അതിനെക്കുറിച്ച് പറയുക ഇങ്ങനെയാണ്: ദൈവം എൻ്റെ ഈ തെറ്റായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ തെറ്റിനെ ബോധ്യപ്പെടുത്തി തരികയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്നേഹബന്ധത്തിൽ നിന്നൊക്കെ പിൻവലിഞ്ഞ് വീണ്ടും വലിയ തീഷ്ണതയോടുകൂടി 18-ാമത്തെ വയസ്സിൽ കർമ്മലിത്ത സഭയിൽ ചേർന്നു. എന്നാലും ആ സഭയിലും ചേരുമ്പോഴും ഒരുപാട് സുഖലോലുപതയുടെ കൂടെ തന്നെയാണ് ത്രേസ്യ ജീവിച്ചത്.
എന്നാൽ 31-ാമത്തെ വയസ്സിൽ വലിയ ഒരു വീണ്ടും വിചാരമുണ്ടാകുകയും പിന്നീട് തന്നെ ഈശോയ്ക്ക് പരിപൂർണമായി സമർപ്പിക്കുകയും പ്രാർത്ഥനയും ധ്യാനവുമാണ് ഈശോയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഏറ്റവും വലിയ വഴിയെന്നും അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമൊക്കെ ആയിരുന്നു കൊണ്ടാണ് പിന്നീടുള്ള ശിഷ്ടകാലം ഈ ത്രേസ്യ ജീവിച്ചതും. ഈ ധ്യാനത്തിൻ്റെ സമയത്ത് ചരിത്രം പറഞ്ഞു വയ്ക്കുക, ഈ ഭൂമിയിൽ നിന്ന് പലപ്പോഴും ത്രേസ്യ ഉയർന്നു പൊങ്ങുമായിരുന്നു. അത്രമാത്രം ദൈവവുമായിട്ട് അഗാധമായ ബന്ധം പിന്നീട് ത്രേസ്യയുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ഒരുപാട് പുസ്തകങ്ങൾ, സുഹൃതശരണി, അങ്ങനെയുള്ള ഒരുപാട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ള വലിയ വലിയ പുസ്തകങ്ങളൊക്കെ ത്രേസ്യ രചിച്ചു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരും, സഭയിൽ അറിയപ്പെടുന്ന പണ്ഡിതയാണ് ഈ ആവിലയിൽ അമ്മ ത്രേസ്യ. ദൈവത്തിന് വേണ്ടി കുഞ്ഞുനാളിൽ സമർപ്പിച്ചുവെങ്കിലും ഇടയ്ക്ക് യൗവനത്തിലും കൗമാരത്തിലുമൊക്കെ തെറ്റായ വഴിയിലൂടെ കടന്നു പോയെങ്കിലും പിന്നീട് വലിയ തിരിച്ചറിവുണ്ടാകുമ്പോൾ ആ പ്രാർത്ഥനയിലേക്കും ധ്യാനത്തിലേക്കും കടന്നു വന്നും ദൈവത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ചും പിന്നീട് ദൈവവുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കുവാനും ദൈവത്തിൻ്റെ കൃപ ഒരുപാട് ഇറങ്ങി വരുവാനുമൊക്കെ ഈ അമ്മ ത്രേസ്യയുടെ ജീവിതം നമുക്കും ഒരു പ്രചോദനമാണ്. അതിനാലും നമ്മുടെ ജീവിതാവസ്ഥകളൊക്കെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുവാനുള്ള വലിയ കൃപാവരത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ ഈ ബലി നമുക്കർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പുണ്യപൂർണതയ്ക്ക് ആവശ്യമായ മാർഗം സഭയ്ക്ക് കാണിച്ചു കൊടുക്കുവാൻ അങ്ങേ ആത്മാവ് വഴി യേശുവിൻ്റെ വിശുദ്ധ ത്രേസ്യയെ അങ്ങ് നിയോഗിച്ചുവല്ലോ. ഈ വിശുദ്ധയുടെ സ്വർഗീയ പ്രബോധനങ്ങളുടെ അനുഭവത്താൽ സദാ പരിഭൂഷിതരാകാനും യഥാർത്ഥ വിശുദ്ധിക്കായുള്ള ആഗ്രഹം ഉജ്ജ്വലിപ്പിക്കാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ച് വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ദൈവ തിരുമനസ്സിനാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫെസോസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും
ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. കർത്താവ് തന്റെ വിജയം വിളംബരം ചെയ്തു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. കർത്താവ് തന്റെ വിജയം വിളംബരം ചെയ്തു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. കർത്താവ് തന്റെ വിജയം വിളംബരം ചെയ്തു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. കർത്താവ് തന്റെ വിജയം വിളംബരം ചെയ്തു. കിന്നരം മീട്ടി കർത്താവിന് സ്തുതികൾ ആലപിക്കുവിൻ. വാദ്യഘോഷത്തോടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. കൊമ്പും കാഹളവും മുഴക്കി രാജാവായ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദം കൊണ്ട് ആർപ്പിടുവിൻ. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. കർത്താവ് തന്റെ വിജയം വിളംബരം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു അരുളി ചെയ്തു, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. എന്തെന്നാ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നു. അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവർത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യവും അംഗീകാരവും നൽകുന്നു. എന്തെന്നാൽ അവർ അവനെ കൊന്നു, നിങ്ങളോ അവർക്ക് കല്ലറകൾ പണിയുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന് ജ്ഞാനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അയക്കും. അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെ രക്തത്തിന് ആബേൽ മുതൽ ബലിപീഠത്തിന് വിശുദ്ധ സ്ഥലത്തിന് മധ്യവെച്ച് കൊല്ലപ്പെട്ട സക്രിയ വരെയുള്ളവരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. അതെ, ഞാൻ പറയുന്നു, ഈ തലമുറയോട് അത് ആവശ്യപ്പെടും. നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വിജ്ഞാനത്തിന് താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു, നിങ്ങളോ അതിൽ പ്രവേശിച്ചില്ല.
പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അവൻ അവിടെ നിന്ന് പോകവേ നിയമജ്ഞരും ഫരിസയരും കോപാകുലരായി പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനം ശക്തനും നിത്യനുമാം ദൈവമേ, കർത്താവേ നിൻ മുൻപിൽ ഭക്തിയോടെ അപ്പവും വീഞ്ഞും അത്യാദരവായി കാഴ്ചയേകുന്നു കരങ്ങൾ കൂപ്പി. ഈ ബലി വസ്തുക്കൾ സ്നേഹപൂർവം സ്വീകരിക്കണമേ നിൻ കൃപയാൽ. ഈ ബലി വസ്തുക്കൾ സ്നേഹപൂർവം സ്വീകരിക്കണമേ നിൻ കൃപയാൽ. ആയവ നിൻ മാംസരക്തങ്ങളായി തീരുവാനും കൃപ തൂകണമേ. ശക്തനും നിത്യനുമാം ദൈവമേ, കർത്താവേ നിൻ മുൻപിൽ ഭക്തിയോടെ അപ്പവും വീഞ്ഞും അത്യാദരവാൽ കാഴ്ചയേകുന്നു കരങ്ങൾ കൂപ്പി. സഹോദരരും, എൻ്റെയും നിങ്ങളുടെയും ബലിയും സർവശക്തനും പിതാവുമായ ദൈവത്തിനും സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, വിശുദ്ധ ത്രേസ്യയുടെ അർപ്പണ ശുശ്രൂഷ അങ്ങയ്ക്ക് വളരെയേറെ പ്രീതികരമായതുപോലെ ഞങ്ങളുടെ കാണിക്കകളും അങ്ങേ മഹിമയ്ക്കും സ്വീകാര്യമായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴിയും ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയും എങ്ങും എപ്പോഴും അങ്ങയ്ക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉദ്ധാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലുള്ള വരവും സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന.
ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തനിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തനിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്തം സഭയങ്ങും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസം ബെൻസിലി ആന്റണി, എഡ്വിൻ നെറ്റാൾ എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശ്യമായും അവിടത്തോടൊന്നായി തീർന്ന ഇവരെ അവിടത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടുകൂടി നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും
അനുഗ്രഹിത അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്തം നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകൾ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്തും അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതം. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരു ശരീരമേ എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരു രക്തമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. മിശിഹായുടെ തിരുവിലാവിലെ ജലമേ എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോയെ എൻ്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങിൽ നിന്നും പിരിഞ്ഞു പോകാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണസമയത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരോടുകൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. നിത്യവിരോധനായ ഈശോയെ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങയുടെ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരം ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്തകരങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കണമേ. അങ്ങയുടെ അമൂല്യമായ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ മഹനീയമുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും സംശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യവും അനുഭവിക്കട്ടെ. ആമേൻ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ അപ്പത്താൽ അങ്ങ് പരിപോഷിപ്പിച്ച അങ്ങയോടും വിധേയത്വമുള്ള ഈ കുടുംബം വിശുദ്ധ ത്രേസ്യയുടെ മാതൃകയാൽ അങ്ങേ കാരുണ്യം അനവരതം പാടിപ്പുകഴ്ത്തുന്നതിൽ സന്തോഷിക്കുവാൻ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുഗന്ധവാഹിനി അമ്മേ, നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ, നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ, നിൻ സുതനെ വാഴ്ത്തുന്നു.